ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ആപ്പം മാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇഡലിയും അതിൻ്റെ കൂടെ തന്നെ 5 മിനിറ്റ്സ് ചമ്മന്തിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ആപ്പം മാവ് നിങ്ങൾ പലവരും ഇപ്പോൾ അത് വാങ്ങിക്കുന്നുണ്ടല്ലേ. അതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു ഇഡ്ഡലി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ നോക്കാം. ആപ്പം തന്നെ ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. സാധാരണ പോലെ തന്നെ ഇഡ്ഡലി ചെമ്പിൽ എണ്ണ തേക്കുക. എണ്ണ തേച്ചിട്ട് ഈ ആപ്പം മാവിനെ അതിലേക്ക് ഒഴിക്കുക. നോക്കൂ, ഇതിൽ പല വേരിയേഷൻസ് ചെയ്യാം. ഇതിൽ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടിട്ട് നിങ്ങൾക്ക് വട്ടയപ്പം പോലെ ഉണ്ടാക്കാം. അതേമാതിരി തന്നെ തേങ്ങ മാത്രം ചിരവിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം. നോക്കൂ, പല വിധത്തിൽ ഈ ഒരു ആപ്പമാവ് കൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാം. വെറുതെ ആപ്പമാവ് വാങ്ങിച്ചാൽ ആപ്പം തന്നെ ചുട്ട് കഴിച്ചോളണം എന്ന് ആരും നിയമം പറഞ്ഞിട്ടില്ല, നിർബന്ധം പറഞ്ഞിട്ടില്ല. ആ മാവിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പ് കറക്റ്റായിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ആവി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് 10-12 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ലൊരു സോഫ്റ്റായിട്ടുള്ളൊരു ഇഡ്ഡലി നിങ്ങൾക്ക് കിട്ടും. കുട്ടികൾക്കൊക്കെ സൂപ്പറായിട്ട് ഇഷ്ടമാവും. ഇനിയാണ് നമ്മുടെ 5 മിനിറ്റ്സ് ചമ്മന്തി. നമ്മുടെ പൂച്ചക്കുട്ടനെ കറക്റ്റ് 5 മിനിറ്റ് കറക്റ്റാക്കി ടൈമർ വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി എടുക്കുക. 2 മീഡിയം സൈസ് സവോള ഇതിലേക്ക് ഇടുക. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് നിങ്ങൾ ഇട്ടോളൂ. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സൈസിനുള്ള പുളി. എൻ്റെ അടുത്ത് പേസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ ഇടുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഇടുന്നുണ്ട്. നിങ്ങളൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിനുള്ളത് ഇട്ടോളൂ. എന്നിട്ട് പൾസ് മോഡിൽ അതിനെ ഒന്ന് ചതച്ചെടുക്കുക. അരച്ച് വെണ്ണ പോലെ എടുക്കരുത്, പൾസ് മോഡിൽ ചതച്ചെടുക്കുക. അതുപോലെ ഇതുപോലെ ആയിരിക്കണം ചമ്മന്തി. ഇതൊരു ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, കപ്പ, അങ്ങനെ ചേമ്പ്, ചേന പുഴുങ്ങിയത്, ഇതിനൊക്കെ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ചതച്ചൊന്ന് എടുക്കുക കേട്ടോളൂ. അപ്പോൾ എല്ലാം ഒന്ന് ഒപ്പാക്കിയിട്ട് ഒന്നും കൂടി പൾസ് മോഡിലേക്ക് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചമ്മന്തി നിങ്ങൾക്ക് റെഡി ആയിരിക്കും. ഒന്നും ചെയ്യാനില്ല, കടുക് വറക്കാനില്ല, ഒന്നും തന്നെ ഇല്ല. ഇതിനെ എടുക്കുക, ഉപ്പിടുക, അതേമാതിരി തന്നെ വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ചമ്മന്തി റെഡിയാണ്. സ്പെഷ്യലി ഇങ്ങനെയുള്ള ആപ്പമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്കൊക്കെ സൂപ്പറായിരിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ തേങ്ങാപ്പാലും കൂടി കഴിക്കുന്നത് കൊണ്ട് സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചമ്മന്തിക്ക് വേണ്ട ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ എക്സാക്ട്ലി 5 മിനിറ്റ്സ്. ഇതപ്പോൾ 0ലേക്ക് എത്താൻ ഇനിയുണ്ട് 1 മിനിറ്റും കൂടി. എക്സാക്ട്ലി 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഒരു ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. നല്ല സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞാൽ സൂപ്പറായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഇഡ്ഡലി, ഈ ചമ്മന്തി, കട്ടൻ കാപ്പി, അല്ലെ അതേമാതിരി തന്നെ ദോശ, ഊറ്റപ്പം ഒക്കെ നന്നായിരിക്കും. ഞാൻ ഇവിടെ ടിന്നിലുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. വളരെയധികം തിക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കുന്നുണ്ട്. ഞാൻ ഇടുന്നത് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് ഏലക്ക പഞ്ചസാര കോമ്പിനേഷൻ ഇടാം, ഇല്ലെങ്കിൽ ശർക്കര, പനം കൽക്കണ്ട്, എന്ത് വേണമെങ്കിലും കോമ്പിനേഷൻ നിങ്ങൾക്ക് ആക്കിയിട്ട് ഈ ഒരു ഇഡ്ഡലിയുടെ കൂടെ നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. ഈ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് തന്നെ നിങ്ങൾ കഴിച്ചു നോക്കണം. അത്രയ്ക്ക് സൂപ്പർ കോമ്പിനേഷനാണ്. ഒരു 10-12 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇഡ്ഡലി റെഡി ആയിരിക്കും. നന്നായിട്ടൊന്ന് ആറട്ടെ, എന്നിട്ട് മാത്രം എടുക്കുക. എന്താ വെച്ചാൽ ഓൾറെഡി മാവ് വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് പെട്ടെന്ന് ധൃതി വെച്ചിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. സോ അതിനൊരു റെസ്റ്റിംഗ് പീരിയഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചന്തം പോലെ വരൂട്ടുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആപ്പത്തിൻ്റെ മാവ് കൊണ്ട് ഉണ്ടാക്കിയ ഇഡ്ഡലി റെഡിയാണ്. ഇനി നേരെ ഇതിനെ എങ്ങനെയാണ് സെർവ് ചെയ്യണത് എന്ന് ഞാൻ കാണിച്ചു തരാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതപ്പോൾ പൊട്ടിച്ച് നോക്കണ സമയത്ത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഒന്നും പേടിക്കാൻ തന്നെ ഇല്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. നല്ലൊരു ഇളം മധുരത്തോട് കൂടിയിട്ട്, ആപ്പത്തിൻ്റെ മാവല്ലേ, ആ ഒരു ഇളം മധുരത്തോട് കൂടിയിട്ട് നല്ല സ്വാദുണ്ടാവും ഈ ഒരു ഇഡ്ഡലി കഴിക്കാൻ തന്നെ. ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. എന്താ വെച്ചാൽ നമ്മുടെ കോമ്പിനേഷൻസ് കിടുക്കാച്ചികളാണ്. അപ്പോൾ ഈ ഇഡ്ഡലി എങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് പരത്തി വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക. നോക്കൂ, ഞാൻ വീണ്ടും പറയുന്നു, ഒപ്പിക്കഴിക്കലല്ല ഇവിടെ പ്രധാനം. നന്നായിട്ട് കുതിർത്ത് മുക്കി ഇങ്ങനെ അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കലാണ് നമ്മുടെ ആ ഒരു ടേസ്റ്റ് തരിക. ഓക്കെ, അപ്പോൾ നല്ല പോലെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. സൈഡിൽ തന്നെ ചമ്മന്തി ഇടുക. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലും അതിൻ്റെ ആ ഒരു കോമ്പിനേഷനും എല്ലാം കൂടിയിട്ട് എൻ്റെ വീട്ടിൽ ഇത് സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ
മനുവിനും കിച്ചുവിനും സ്പെഷ്യലി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനിത് കൊടുക്കാറുള്ളത്. എന്താ വെച്ചാൽ അവർക്ക് ആ എസൻസും ടേസ്റ്റും അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നാൽ ഇവർക്ക് ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കഴിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനായിട്ട് അത് കൊടുക്കുന്നത്. ബിക്കോസ് അവരെൻ്റെ അടുത്ത് പറയും അമ്മ തന്നാലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ എന്നുള്ളത്. ഇനി വരൂ, നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് കഴിക്കാം. ആപ്പം മാവിൽ ഉണ്ടാക്കിയ ഇഡ്ഡലിയും 5 minutes ചമ്മന്തിയും. അപ്പം ഇതിങ്ങനെ ഈ ഇഡ്ഡലി, ഈ ചമ്മന്തി, തേങ്ങാപ്പാൽ എന്നിവ നല്ലോണം കൂട്ടിക്കുഴയ്ക്കുക. ഓക്കെ, heaven. ചമ്മന്തിയുടെ ആ എരിവ് കോമ്പൻസേറ്റഡ് വിത്ത് തേങ്ങാപ്പാൽ. അമേസിങ് ബ്ലെൻഡാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഒരു കമൻറ്റ് വന്നിരുന്നു, മേക്കപ്പ് ഇട്ടിട്ട് വന്നൂടെ ചോദിച്ചിട്ട്. ഒരുപാട് പ്രാവശ്യമായി പറയുന്നു, വീട്ടിലെങ്ങനെയാണോ ഞാൻ അങ്ങനെ വരാനാണ് എനിക്കിഷ്ടം. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ അല്ല. ഇനിയിപ്പോൾ ഡ്രസ്സ് ചെയ്തിട്ട് വല്ലവിടേക്കും പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതല്ലാത്ത പക്ഷം എനിക്ക് താല്പര്യമില്ല. വീട്ടിലെങ്ങനെയാണോ അതുപോലെ നിങ്ങളും ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി നോക്കണം. എപ്പോഴും ആപ്പത്തിന് അരച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആപ്പം മാവ് വാങ്ങിക്കുകയാണെങ്കിലോ ആപ്പം തന്നെ ഉണ്ടാക്കണം എന്നില്ല. ഇങ്ങനെയും ഉണ്ടാക്കാം. ഓക്കെ, ഈ 5 minutes ചമ്മന്തി ദോശ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇതാ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന പ്രതീക്ഷിക്കുന്നു. ഞാൻ കഴിക്കട്ടെ, കാണാം. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പിയുമായി. Till then, take care and bye-bye. Vinny's Kitchen.